ഡിമെൻഷ്യ മറവി രോഗം എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ മറവി മാത്രമല്ല ഡിമെൻഷ്യ. നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഡിമെൻഷ്യ ആരംഭിക്കുന്നത്. എന്നാൽ തന്നെയും അതോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ഫംഗ്ഷനിങ്ങിൽ പല മാറ്റങ്ങളും വരാറുണ്ട്. അതെല്ലാം ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങളാണ്, മറവി മാത്രമല്ല. അതേസമയം എല്ലാ മറവിയും നമുക്ക് ഡിമെൻഷ്യ ആണെന്ന് പറയാനും പറ്റില്ല. ഡയഗ്നോസ് ചെയ്യാതെ നമുക്ക് ഡിമെൻഷ്യ ആണെന്ന് തീർക്കാൻ പറ്റില്ല. നമ്മൾ പല കാര്യങ്ങളിലും പലരും പല സിറ്റുവേഷൻസിലും മറന്നിട്ട് പറയാറുണ്ട്, അയ്യോ എനിക്ക് ഡിമെൻഷ്യ ആണെന്ന് തോന്നുന്നു, എനിക്ക് ഡിമെൻഷ്യയുടെ ആരംഭമാണെന്ന് തോന്നുന്നു എന്നൊക്കെ. അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല. നമ്മൾ മറവിക്ക് പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന മരുന്നിന്റെ സൈഡ് ഇഫക്റ്റ് ആവാം, ചിലപ്പോൾ നമുക്ക് ഉറക്കക്കുറവുണ്ടാവാം, ചിലപ്പോൾ നമുക്ക് ആങ്സൈറ്റിയോ ഡിപ്രഷനോ ഉണ്ടെങ്കിൽ മറവി വരാം. അങ്ങനെ പല റീസൺസ് ഉണ്ട്. അതൊന്നും ഡയഗ്നോസ് ചെയ്യാതെ നമ്മൾ ഡിമെൻഷ്യ ആണെന്ന് ഭയക്കേണ്ടതില്ല. അപ്പൊ എപ്പോഴാണ് കൃത്യമായിട്ട് നമ്മളതൊരു കൺസേൺ ആയിട്ട് കാണേണ്ടതും ഡോക്ടറിന്റെ അടുത്ത് പോകേണ്ടതും ഡയഗ്നോസിസ് ചെയ്യേണ്ടതെന്നുള്ളത് ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ പറയാം.